ഇന്ന് ആത്മാവിലാലുള്ള ജനനം എന്താണെന്ന് നമുക്ക് നോക്കാം. പിതാവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ജനിക്കപ്പെട്ടവനെയാണ്. നിങ്ങൾ ന്യൂമാ ജനറേഷൻ ആണെങ്കിൽ, യഹോവയുടെ ആത്മാവിനാൽ ജനിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ വചനം പറയുന്നു, John chapter 3 verse 5 says, Jesus answered to Nicodemus, "Truly, truly, I say to you, unless anyone has been born of water and of spirit, he cannot enter the kingdom of God." യേശു പറയുക, വെള്ളത്താലും ആത്മാവിനാലും ഒരുവൻ ജനിക്കുന്നില്ല എങ്കിൽ അവൻ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. വെള്ളത്താലുള്ള ജനനം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ഇന്ന് ആത്മാവിലാലുള്ള ജനനം എന്താണെന്ന് നമുക്ക് നോക്കാം. റോമാലേഖനം 8:11 പറയുന്നു, യേശു കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, യേശു കർത്താവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവ് കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും. അപ്പം ആത്മാവ് അതൊരു റിസറക്ഷൻ സ്പിരിറ്റാണ്, പുനരുത്ഥാനത്തിൻ്റെ ആത്മാവാണ്, പുനരുത്ഥാനത്തെ നൽകുന്ന ആത്മാവാണ്. ആ ആത്മാവിനാൽ നമുക്ക് വീണ്ടും ജനിക്കുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. നമ്മൾ നേരത്തെ കണ്ടു, എന്താണ് വീണ്ടും ജനനം എന്ന് ചോദിച്ചാൽ അത് അനോഥൻ ജനാവോ എന്നാണ് അതിൻ്റെ ഗ്രീക്ക് പദം എന്ന് നമ്മൾ കണ്ടു. പറഞ്ഞത് നമ്മളൊരു അനോഥൻ ജനാവോയാണ്, നമ്മളൊരു അനോഥൻ ജനറേഷനാണ്. അനോഥൻ എന്ന് പറഞ്ഞാൽ പിതാവിൽ നിന്ന്, ദൈവത്തിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് ജനിക്കപ്പെട്ടവനെയാണ് അനാഥോൻ ജനാവോ എന്ന് പറയുന്നത്. അപ്പോൾ പിതാവായ യഹോവയായ യാഹ്വേയുടെ ആത്മാവിനാൽ, ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ജനിക്കപ്പെട്ടവർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുമെന്ന് വചനം പറയുന്നു. എത്ര പേർ ഡിക്ലെയർ ചെയ്യും, ഞാൻ യഹോവയുടെ ആത്മാവിനാൽ ജനിക്കപ്പെട്ട വ്യക്തിയാണ്, യഹോവയുടെ ആത്മാവിനാൽ ജനിക്കപ്പെട്ട വ്യക്തിയാണെന്ന് എത്ര പേർക്ക് ഡിക്ലെയർ ചെയ്യാനായിട്ട് കഴിയും? ഞാൻ യഹോവയാൽ ജനിച്ചിരിക്കുന്ന വ്യക്തിയാണെന്ന് വാ തുറന്ന് പറഞ്ഞാട്ടെ. നിങ്ങളൊരു അനോഥൻ ജനാവയോ ആണെങ്കിൽ ആ കിങ്ഡത്തിനകത്തേക്ക് നിങ്ങൾക്ക് ഈസിയായി പ്രവേശിക്കാനായിട്ട് കഴിയും. നിങ്ങൾ ആത്മാവിനാൽ ജനിക്കപ്പെട്ട വ്യക്തിയാണ്. ഇവിടെ സ്പിരിറ്റിന് ഗ്രീക്ക് പദം പറയുന്നത് ന്യൂമ എന്നാണ്. എത്ര പേർ വാ തുറന്ന് ഡിക്ലെയർ ചെയ്യും, ഐ എം എ ന്യൂമ ജനറേഷൻ, ഞാൻ ആത്മാവിൻ്റെ തലമുറയാണ്, സ്പിരിറ്റ് ജനറേഷനാണ്, ഐ എം എ ന്യൂമ ജനറേഷൻ എന്ന് വാ തുറന്ന് ഡിക്ലെയർ ചെയ്താട്ടെ. ജോൺ ചാപ്റ്റർ 3 verse 6 യേശു പറയാം, that which has been born of the flesh is flesh and that which has been born of the spirit is spirit. ജഡത്താൽ ജനിച്ചത് ജഡമാകുന്നു, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവാകുന്നു. നിങ്ങൾ ന്യൂമാ ജനറേഷൻ ആണെങ്കിൽ, യഹോവയുടെ ആത്മാവിനാൽ ജനിച്ചിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ വചനം പറയുന്നു, യു ആർ എ സ്പിരിറ്റ്. ആമേൻ. നീ ഒരു ഫ്ലഷ് അല്ല, നീ ഒരു മാംസമല്ല, നീ ഒരു ജഡമല്ല, യു ആർ എ സ്പിരിറ്റ്. നീ ഒരു ആത്മാവാകുന്നു എന്ന് വചനം പറയുന്നു. ഹല്ലേലൂയ. എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, ഐ എം എ സ്പിരിറ്റ് ബീങ്, ഞാനൊരു ആത്മജീവിയാണ്, ഞാൻ ന്യൂമായിൽ നിന്ന് പിറക്കപ്പെട്ട, ആത്മാവിനാൽ പിറക്കപ്പെട്ട, സ്പിരിറ്റിനാൽ പിറക്കപ്പെട്ട വ്യക്തിയാണെന്ന് എത്ര പേർക്ക് ഡിക്ലെയർ ചെയ്യാനായിട്ട് കഴിയും? അങ്ങനെയാണെങ്കിൽ നിങ്ങളെ വചനം വിളിക്കുന്നത് യു ആർ എ സ്പിരിറ്റ് ബീങ്, യു ആർ എ സ്പിരിറ്റ് ജനറേഷൻ. ആമേൻ. നിങ്ങൾ ആത്മാവാകുന്നു, നിങ്ങൾ ആത്മാവാകുന്നു. നിങ്ങൾക്ക് ആ സ്പിരിച്വൽ റിലത്തിലേക്ക് ഈസി ആയിട്ട് എൻ്റർ ചെയ്യാനായിട്ട് കഴിയും. നിങ്ങൾക്ക് ഈ ഫിസിക്കൽ റിലത്തിൽ മൂവ് ചെയ്യുന്നതിനെക്കാട്ടിലും അധികമായി സ്പിരിച്വൽ റിലത്തെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും, സ്പിരിച്വൽ റിലത്തിലേക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ. നിങ്ങളിലുള്ളത് ദാസ്യത്വത്തിൻ്റെ ആത്മാവല്ല, നിങ്ങളിൽ വസിക്കുന്നത് പുത്രനായ ക്രിസ്തുവിൻ്റെ ആത്മാവാണ് നിങ്ങളിൽ വസിക്കുന്നത്. ആമേൻ. ആ ക്രിസ്തുവിനെ നിങ്ങൾക്ക് പരിപൂർണമായി നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടുത്തുവാനായിട്ട് സാധിക്കും. യു ആർ എ സ്പിരിറ്റ് ജനറേഷൻ, യു ആർ എ ന്യൂമാ ജനറേഷൻ. God bless you.